ഇന്നത്തെ പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് റിസർവ് ബാങ്ക് 5.25% ആയിട്ട് റിപ്പോ റേറ്റ് താഴ്ത്തി എന്നുള്ളത്. ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? നമ്മളിൽ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും, പ്രത്യേകിച്ചും ഹൗസിംഗ് ലോൺ. ഈ ഹൗസിംഗ് ലോണൊക്കെ എടുത്ത ആളുകൾക്ക് ഇത് വലിയൊരു സന്തോഷം തരുന്ന വാർത്തയാണ്. എന്താണ് കാരണം? ഈ റിപ്പോ റേറ്റ് കുറയുന്നതിനനുസരിച്ച് ഈ ലോണിന്റെ പലിശയും കുറഞ്ഞു വരും. അത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് EMI കുറവുണ്ടാവും. ആ കുറവ് വരുന്ന എമൗണ്ട് വേണമെങ്കിൽ EMI തുടർന്ന് അടച്ചു കഴിഞ്ഞാൽ കയറ്റി അടയ്ക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ആ എമൗണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് SIPകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഒരു മറുവശം കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആ മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഇത് വളരെ ദോഷമായിട്ട് ബാധിക്കും. എന്തുകൊണ്ടാണ്? ഈ ലോണിന് പലിശ കുറയുന്നത് പോലെ തന്നെ അവർക്ക് കിട്ടുന്ന വരുമാനവും കുറയും. ഇനി വരും നാളുകളിലും ഇതുപോലെ റിപ്പോ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ വരുമാനം താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ റിപ്പോ റേറ്റ് കുറഞ്ഞാലും ഈ റേറ്റ് ഓഫ് റിട്ടേൺ കുറയാത്ത ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള LICയുടെ ഒക്കെ പ്രോഡക്റ്റുകളിൽ LICയുടെ ലൈഫ് ടൈം ഗ്യാരണ്ടീഡ് റിട്ടേൺ കൊടുക്കുന്ന പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനത്തെ പ്രോഡക്റ്റുകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ റിപ്പോ റേറ്റ് കുറയുന്നതിനനുസരിച്ച് അവരുടെ വരുമാനം താഴെ പോകില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉചിതം. പറയാൻ കാരണം നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. നമ്മുടെ രാജ്യവും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എക്കണോമിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ തുടർന്ന് ഈ FDയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഇങ്ങനത്തെ ഡെപ്പോസിറ്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും.